ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതൊരു സ്പെഷ്യൽ കറിയാണ്. വാലടി എന്ന് പറയും. വാലടിയുടെ കറിയാണ് ഇന്ന് ചെയ്യുന്നത്. ഓക്സ്ടെയിൽ എന്ന് ഇംഗ്ലീഷിൽ ഇതിന് പറയും. അപ്പോൾ ഞാൻ വാലടി എടുത്ത് വെച്ചിട്ടുണ്ട്. പോത്തിൻ്റെ വാലും അതിൻ്റെ നട്ടെല്ല് അങ്ങനെയുള്ള ഭാഗങ്ങൾ എല്ലാം കൂടി എടുത്ത, നട്ടെല്ലിൻ്റെ കുറച്ച് ഭാഗം വാലിനോട് ചേർന്നുള്ള ഭാഗവും കൂടി എടുത്ത പീസാണ് ഇത്. ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. നമുക്ക് കട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, എല്ലുണ്ട് ഇതിന്. പിന്നെ മാംസവും നെയ്യും എല്ലാം കൂടിയ ഒരു പോർഷനാണിത്. ഇത് വളരെ ഗുണങ്ങളുള്ള ഒരു പോർഷനാണ് കേട്ടോ. ഇത് ഞാനൊരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം അത് നമുക്ക് പോത്തിറച്ചിയുടെ അതേ വേവാണ് ഇതിന് വരുന്നത്. ഇത് നല്ലൊരു ഗുണങ്ങളേറെയുള്ള ഒരു സാധനമാണ്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 5-6 പച്ചമുളക്. ഞാൻ അല്പം വലിപ്പം കൂടിയതാണ്, അപ്പോൾ വലിപ്പം അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അത് ഇഞ്ചി ചതച്ചതും പച്ചമുളക് നെടുകെ കീറിയതും നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. അതിന് മുന്നേ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേകാൻ ആവശ്യമായ വെള്ളം. ഇത് അല്പം ചാറോട് കൂടിയ കറിയാണല്ലോ, അപ്പോൾ അതിനാണ് വെള്ളം ഒഴിച്ചത്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വേവ് ഏകദേശം പോത്തിറച്ചിയുടെ ഒരു വേവ് തന്നെയാണ്. ഞാൻ ഈ ഒരു കുക്കറിൽ 2 വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റാണ് വേവിക്കുന്നത്. പക്ഷേ ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ചില കുക്കറുകളിൽ എനിക്ക് 15 മിനിറ്റ് മതി. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം പോത്തിറച്ചിയുടെ വേവ് നോക്കി ആ ഒരു അളവിന് എടുക്കുക. അപ്പോൾ ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. വേവിച്ച് വിസിൽ പോകാൻ മാറ്റി വെച്ചു. ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ ഒരു വാലടി എന്ന് പറയുമ്പോൾ നെയ്യ് ഒത്തിരി ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ വളരെ കുറവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. വാലടിക്ക് മെയിനായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് ഒരു സൂപ്പ് കറിയാണ്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പാല് കറിയാണ്. അപ്പോൾ 2 സവാള നല്ലപോലെ അത്യാവശ്യം വഴന്ന് വരണം. പിന്നെ വാലടി ഞാൻ പറഞ്ഞല്ലോ, വളരെ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. നമ്മുടെ ജോയിൻസിനൊക്കെ, മസിൽസ്, ജോയിൻസ്, എല്ലുകൾ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അല്പം വെട്ടക്കുറവ് ഇപ്പോൾ ഉണ്ടാവും. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ അവസ്ഥ അറിയാമല്ലോ, പലപ്പോഴും കറണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഒരല്പം വെട്ടക്കുറവുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ മസിൽസിനും പെയിനുകൾക്കൊക്കെ നല്ലതാണ്. ശരീരവേദനയൊക്കെ മാറുവാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഇതിൻ്റെ ഗുണം പറയുന്നത് ജോയിൻ ആണ്. നമ്മുടെ മുട്ട്, കാൽമുട്ടും കൈമുട്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല കൊഴുപ്പാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യാം. എന്നാലും വല്ലപ്പോഴും നമുക്കിത് കഴിക്കുന്നത് നല്ലതാണ്. കാരണം പല ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് വെയിറ്റ് വെക്കില്ല എന്നൊരു പഠനവും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് വെക്കാത്ത ഒരു സാധനമാണിത്. അപ്പോൾ ഇതൊരുവിധം വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 15 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഒരുവിധം നന്നായി വഴന്ന് വരണം. അത് കഴിഞ്ഞ് നമുക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ ചില്ലി പൗഡറും മിക്സ് ചെയ്താണ്. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, അതായത് ഒരു ടീസ്പൂൺ ഗരം മസാല. കുരുമുളക് നേരത്തെ ഇട്ടതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഇട്ട് നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് വാലടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, വേവിച്ച് മാറ്റി വെച്ച വാലടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. 750 ഗ്രാം. ഇനി ഇത് നല്ല പോലെ തിളച്ച് വരണം.
അപ്പോൾ ഇതിനകത്ത് നെയ്യ് ഒരുപാടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ നമുക്കത് എടുത്ത് കളയാം, നെയ്യ് ആവശ്യമില്ലെങ്കിൽ. കാരണം ഒരുപാട് നെയ്യ് അകത്ത് ചെല്ലാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ മുകൾ ഭാഗത്ത് നെയ്യെല്ലാം വരും, അത് കോരി മാറ്റാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ 1/4 പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് 2 കപ്പോളം ഉണ്ട്. അത് ഏകദേശം ഒരു മുറി തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ മതിയാവും. ഒരു ചെറിയ തേങ്ങയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിട്ട് നല്ല പോലെ തിളച്ച് വരണം. അപ്പോൾ ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ പുട്ടിൻ്റെ കൂടെയാണ്. കാരണം ഈ ഒരു തേങ്ങാപ്പാലിട്ട കറി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും എനിക്കിഷ്ടം ഇത് പുട്ടിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം ബ്രെഡിനൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ അപ്പത്തിന് എനിക്കറിയില്ല, അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് തലപ്പാലും കൂടെ ഇതിനകത്തേക്ക് 1/4 പാൽ അതും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിള വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയാണ്. വളരെയധികം ഗുണങ്ങളുള്ള വാലടി ഓക്സ്ടെയിലിൻ്റെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക് യു.